യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവനെ 2 സാമുവേൽ 7:25 ദൈവത്തെ ക്ലിപ്പിട്ട് പിടിക്കാൻ പറ്റിയ വചനം. നമ്മുടെ കരുണയുള്ള ദൈവത്തെ നമ്മുടെ പാവപ്പെട്ട ജീവിതത്തിലേക്ക് നോക്കി ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വചനം. 2 സാമുവേൽ 7:25 ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അങ്ങ് അരുളി ചെയ്ത വചനം എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി വാക്കുപാലിക്കണമേ. ദൈവം പറഞ്ഞ ആ വചനം, തമ്പുരാൻ അരുളി ചെയ്ത വചനം നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം ഉരുവിട്ടിട്ട് പറയുക, അപ്പാ, ഞങ്ങളുടെ അപ്പാ, ഈ വചനം ഞങ്ങൾക്ക് തന്നതല്ലേ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തി, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടർത്തിയെടുത്ത്, ഇത് മാംസം ധരിപ്പിച്ച് ഞങ്ങളെ നിന്നോട് കൂടെ സ്ഥിരപ്പെടുത്തണേ എന്ന് ഒരു കുടുംബം തലതല്ലി പറഞ്ഞാൽ ദൈവത്തിന് വാക്ക് മാറാൻ പറ്റുമോ? ദൈവത്തിന് വാക്ക് മറക്കാൻ പറ്റുമോ? ദൈവത്തിന് കൈ ഒഴിയാൻ പറ്റുമോ? ദൈവത്തിന് കണ്ടിൽ നടിക്കാൻ പറ്റുമോ? ദൈവത്തിന് കെട്ടിൽ നടിക്കാൻ പറ്റുമോ? അതാണ് സാമുവേലിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ വാശിയ. കർത്താവേ, അങ്ങയുടെ ദാസനോട് കുടുംബത്തോട് നീ അരുളി ചെയ്ത വചനം അതിങ്ങനെ പറന്നു പോകരുത്, അത് എന്റെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തി എന്റെ അപ്പ എന്നോടുള്ള വാക്ക് പാലിക്കണേ. പിന്നെ നമ്മൾ ആരാ ഭൂമിയിൽ? ദൈവത്തിന്റെ വചനം പറന്നിറങ്ങിയ വീട്, ദൈവത്തിന്റെ കൃപ പറന്നിറങ്ങിയ വീട്. 2 സാമുവേൽ 7:25 ഒരു വാശിയാ, ദൈവത്തെ തോൽപ്പിക്കാനുള്ള സ്നേഹവാശി. നീ പറഞ്ഞ വചനം എന്റെ കുടുംബത്തിൽ സ്ഥിരപ്പെടുത്തി എന്നെയും കുടുംബത്തെയും വീഴാതെ പിടിച്ചു നിർത്തണം. ഇത് പറയുന്ന വചനങ്ങൾ, ഇത് വാശിയോടെ പറയുന്ന വചനങ്ങൾ, ആ കുടുംബങ്ങൾ ഈ വചനം മാംസമെടുത്ത് അവർ അത്ഭുതപ്പെടുന്നതായി കാണും.